ഹായ്, ഗുഡ് ഈവനിങ് ടു ഓൾ. എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. അതിനുവേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കുറച്ച് ഒന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ഒരു ടോപ്പിക്കായിട്ട് കൊടുത്തത്. കാരണം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു വിഷയമാണ്. ശ്രദ്ധ കിട്ടുന്നില്ല, ശാന്തത കിട്ടുന്നില്ല. ഒന്ന് മ്യൂട്ട് ചെയ്യണേ. അല്ലേ? എല്ലാവരും പറയാറുണ്ട് എന്തോ ഒരു അസ്വസ്ഥത മനസ്സിൽ കയറി കൂടിയിട്ടുണ്ട്, അതുകൊണ്ട് ഇന്നത്തെ എന്റെ കാര്യം പോക്കാണ്. ഇന്നൊരു ജോലിയും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല, ഭയങ്കര ശ്രദ്ധ കുറവാണ്. ഒരു സാധനം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ അശ്രദ്ധ പറ്റുന്നു, തെറ്റ് പറ്റുന്നു, മനസ്സിന് വല്ലാത്തൊരു അസ്വസ്ഥത. ഇതൊക്കെ നമ്മൾ ഇടക്കൊക്കെ പറയാറുണ്ട്. പക്ഷെ അത് സ്ഥിരമായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അത് നമ്മുടെ ജീവിതത്തെ തന്നെ താളം തെറ്റിക്കും, അല്ലെ? ജീവിതത്തിന്റെ ഗതി മാറ്റും. മറ്റു പല കുടുംബത്തിലുള്ള പല അസ്വസ്ഥതകൾക്ക് കാരണമാവും. നമ്മുടെ ജോലിക്കാരാണെന്നുണ്ടെങ്കിൽ അവരുടെ കരിയറിൽ സാരമായ പ്രശ്നങ്ങൾ ഉണ്ടാവും. മാത്രല്ല അതുകൊണ്ട് ഒരുപാട് നഷ്ടങ്ങൾ നമുക്ക് ഉണ്ടാവും. നമ്മളിപ്പോ ഒരു നിസ്സാരമായിട്ട് തള്ളേണ്ട ഒരു സംഗതിയല്ല അത്. അശ്രദ്ധ, അതല്ലെങ്കിൽ മനസ്സിനുണ്ടാവുന്ന അസ്വസ്ഥത എന്ന് പറയുന്നത് നമ്മൾ അത്ര നിസ്സാരമായിട്ട് കാണേണ്ട ഒരു കാര്യമല്ല. കാരണം ഒരു പക്ഷെ നമ്മുടെ ജീവിതത്തിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഗോള് സെറ്റ് ചെയ്തിട്ട് അതിലേക്കുള്ള ചുവടുവെപ്പില്, അതല്ലെങ്കിൽ അതിലേക്ക് നമ്മൾ അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കയറുന്ന സമയത്തായിരിക്കും എന്തെങ്കിലും പ്രതിസന്ധികളൊക്കെ നമ്മുടെ മുന്നിൽ വന്നു നിൽക്കുക. അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഓവർ തിങ്കിങ് ആയിട്ട് നമ്മുടെ ചിന്തകളൊക്കെ കാട് കയറുക, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവുക. അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നഷ്ടങ്ങൾ പറ്റുക. അപ്പൊ അതിന്മേ ചൊല്ലി പലപ്പോഴും നമുക്ക് മനസ്സിങ്ങനെ ഡിസ്റ്റർബ് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്താലും അതൊരു സംതൃപ്തി കിട്ടില്ല, അതിലേക്ക് അങ്ങോട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. ഈവൻ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പോലും, നമസ്കരിക്കുമ്പോൾ പോലും നമുക്കതിന് ശ്രദ്ധ വേണ്ടത്ര കിട്ടാറില്ല. പ്രാർത്ഥിക്കുമ്പോഴും നമസ്കരിക്കുമ്പോഴൊക്കെ ശ്രദ്ധ കിട്ടാറില്ല എന്ന് പറയുന്നത് ഒരു കോമൺ ആയിട്ടുള്ള ഒരു സംഭവമാണ്. പലർക്കും മറന്നു വെച്ചതൊക്കെ ഓർമ്മയാവുക ചിലപ്പോൾ അതിലൊക്കെ ആയിരിക്കും. അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ നമുക്ക് സന്തോഷകരമായ ജീവിതത്തെ ബാധിക്കുന്ന രീതിയിൽ നമ്മുടെ ശ്രദ്ധ നഷ്ടപ്പെടുക, നമ്മുടെ മനസ്സ് ഇങ്ങനെ എപ്പോഴും ഏത് സമയവും നമ്മുടെ ഉറക്കത്തെ ബാധിക്കുന്ന, നമ്മുടെ ഭക്ഷണ സ്വഭാവങ്ങളെ, അതും അല്ലെങ്കിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും, നമ്മുടെ വീട്ടിനകത്ത് ചെയ്യുന്ന കാര്യങ്ങൾ, വീട്ടിന്റെ പുറത്ത് ചെയ്യുന്ന കാര്യങ്ങൾ, ഒരു സോഷ്യൽ ലൈഫിൽ നമ്മൾ എന്തെങ്കിലും സംഗതിക്ക് കമ്മിറ്റഡ് ആയിരുന്നുണ്ടെങ്കിൽ അതിനൊക്കെ സാരമായി ബാധിക്കുന്ന രൂപത്തിൽ. ചിലപ്പോൾ ചില ആളുകൾ പറയാറുണ്ട് ഈ ഇടയായിട്ട് അവൾക്ക് എന്തോ ഒരു മറവി സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തോ പറ്റിയിട്ടുണ്ട്, മുമ്പത്തെ പോലെയൊന്നും ഊർജ്ജസ്വലമായിട്ട് കാര്യങ്ങൾ ചെയ്യാനില്ല, എന്താണ് കാരണം എന്നറിയില്ല. ഇങ്ങനെ തമ്മിൽ നമ്മൾ പറയും. പക്ഷെ അവരോട് അതേക്കുറിച്ച് പലപ്പോഴും നമുക്ക് സംസാരിക്കാനൊക്കെ ഒരു മടിയായിരിക്കാം. എങ്ങനെ ചോദിക്കും, എങ്ങനെ പറയും? അതല്ലെങ്കിൽ മാറി നിന്ന് ചിലപ്പോൾ കല്ലെറിയുന്ന ഒരു സ്വഭാവമായിരിക്കും. മുമ്പത്തെ പോലല്ല, ഇപ്പൊ ആളെ കൊണ്ടൊന്നിനും വയ്യ, എന്നാ പിന്നെ മാറ്റി നിർത്തുന്നതാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ മാറി നിന്ന് കല്ലെറിയുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ വരും. അപ്പൊ അങ്ങനെയുള്ള കുറെ സംഭവങ്ങളാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഒന്നാമത്, ഈ അശ്രദ്ധയും അസ്വസ്ഥതയും അശാന്തിയും നിറഞ്ഞ ഒരു അന്തരീക്ഷമാണ് നമ്മുടെ ജീവിതത്തിലൂടെ ഉള്ളതെന്നുണ്ടെങ്കിൽ ഒരുപാട് നഷ്ടങ്ങൾ. ഞാൻ കുറച്ച് കാര്യങ്ങൾ എണ്ണി പറയാനാണ് ഞാൻ വിചാരിച്ചത്. വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. ഒന്നാമെന്ന് പറഞ്ഞാല് നമുക്ക് ഒരുപാട് നെഗറ്റീവ് ഔട്ട്കം ആയിരിക്കും അതിനുണ്ടാവുക. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരിക്കലും നല്ലൊരു റിസൾട്ടിലേക്ക് നമുക്ക് എത്താൻ സാധിക്കില്ല. അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്ടിവിറ്റിയെ അത് ബാധിക്കും. പ്രൊഡക്ടിവിറ്റി കുറയും, അതേത് രീതിയിലായാലും. ഒരാള് ഒരുപാട് ക്രിയേറ്റീവായിട്ട് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു മന്ദഗതിയിലായിട്ട്, അത് ഒന്നും ചെയ്യാൻ പറ്റാത്ത കർമ്മതലത്തിൽ പുറകോട്ട് പോകുന്ന ഒരു അവസ്ഥയുണ്ടാവും. ഒരുപാട് ഔട്ട്കം വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ മരത്തിലുള്ള അസ്വസ്ഥതയൊക്കെ ബാധിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധക്കുറവുണ്ടാവും. ആ ശ്രദ്ധക്കുറവ് ഇതിനെയൊക്കെ ബാധിക്കുമെന്നുള്ളതാണ്. അതിനോടൊപ്പം എന്താ ഉണ്ടാവുക? അപ്പൊ അയാൾ തന്നെ പിന്നെ സ്ട്രെസ്സായി തുടങ്ങും. ചിലപ്പോ കാരണം അറിയും, ചിലപ്പോ കാരണം അറിയാതാവും. അപ്പൊ എന്താവും? ഞാൻ ചെയ്യുന്ന എന്താ ശരിയാവാത്തത്? എനിക്ക് മുൻപത്തെ പോലെ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. മുമ്പൊക്കെ ഞാൻ എന്തെല്ലാം ക്രിയേറ്റീവായിട്ട് ചിന്തിച്ചിരുന്ന ആളാ, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിരുന്ന ആളാ,
എന്തെല്ലാം സംഗതികൾ എന്നെ കൊണ്ട് സമൂഹത്തിനും കുടുംബത്തിനും ഒക്കെ ലഭിച്ചിരുന്നു. പക്ഷെ ഇപ്പോ നേരെ തിരിച്ചായിരിക്കുന്ന സംഭവങ്ങൾ. അങ്ങനെ ചിന്തിക്കുമ്പോ എന്തുണ്ടാവും? സ്ട്രെസ് ആവും അല്ലെ? മനസ്സിന് വല്ലാത്ത സംഘർഷഭരിതമായ ഒരു അവസ്ഥയായിരിക്കും പിന്നെ ഉണ്ടാവുക. സ്ട്രെസ് രൂപീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ശാരീരികമായിട്ടുള്ള ആരോഗ്യത്തെയും മാനസികമായിട്ടുള്ള ആരോഗ്യത്തെയും ബാധിക്കും. ആവശ്യമില്ലാതെ കയർക്കും, ആവശ്യമില്ലാതെ ചൂടാവും. അപ്പൊ ചുറ്റുപാടുകൾ ഉള്ള ആളുകള് നമ്മോട് മുണ്ടാണ്ടാവും. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ, അങ്ങനെ സ്ട്രെസ് കൂടി കൂടി വരും. അതുപോലെ തന്നെ നമുക്ക് ഒരു സംഗതിയിൽ തീരുമാനമെടുക്കാനുള്ള ഒരു പവർ നഷ്ടപ്പെടും. പലപ്പോഴും തീരുമാനം എടുത്തതിന് ശേഷമായിരിക്കും അത് ഒരു ഇറേഷണൽ തോട്ട് എന്നുണ്ടായതാണ്, അതല്ലെങ്കിൽ ഒരു ശരിയായ രീതിയിലുള്ളതായിരുന്നില്ല. തെറ്റായ ഊഹങ്ങൾ വെച്ചുകൊണ്ട് തെറ്റായ തീരുമാനങ്ങളിൽ എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തുണ്ടാവുക? ആ തീരുമാനം നമുക്കൊന്ന് പുനഃപരിശോധിക്കേണ്ടി വരും. മിക്കപ്പോഴും പുനഃപരിശോധിക്കേണ്ടി വരുന്നിടത്തൊന്നും ചിലപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോയിട്ടുണ്ടാവും. അപ്പൊ എന്താണ്? നമുക്ക് ശരിക്കൊന്ന് നമ്മുടെ മനസ്സ് ശരിയല്ലെങ്കിൽ, നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, നമുക്ക് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിൽ തീരുമാനമെടുക്കുവാൻ സാധിച്ചെന്ന് വരില്ല. പലപ്പോഴും നമുക്ക് അനുഭവമുണ്ട്. ഓരോ ആളുകളുടെ അനുഭവം, കേട്ടിട്ടുള്ള അനുഭവം, എൻ്റെ അടുത്ത് വരുന്ന കേസുകൾ, അങ്ങനെയൊക്കെയുള്ള ഒരു അനുഭവം വെച്ചിട്ടാണ് ഞാൻ ഈ ക്ലാസ്സുകളുടെ ടോപ്പിക് എടുക്കുന്നത്. അപ്പൊ പലപ്പോഴും പലരും പറയാറുള്ള ഒരു സംഭവമാണ്, നമുക്ക് ചെറുതായിരിക്കുമ്പോൾ, ചെറുപ്പകാലത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സംഗതി കാണുക, നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോ കുട്ടികളെ ശ്രദ്ധിച്ചിട്ടില്ലേ? കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ അവരാ കളിയുടെ ആ ടോയ്സിന്റെയും അതിന്റെ ഇടയിൽ നിന്ന് അവർ സംസാരിക്കുന്നതിന്റെ ഇടയിൽ നിന്നൊക്കെ നമ്മൾ സംസാരിക്കുന്നത് അവർ കേട്ടിട്ടുണ്ടാവും. അതിനുള്ള ആൻസർ അവിടെ ഇരുന്ന് അവർ ചിലപ്പോ പറയുന്നുണ്ടാവും. അങ്ങനെയൊന്നുമല്ല, ഉമ്മ നാള് പറഞ്ഞത് ഇങ്ങനെയാണ്, അങ്ങനെയൊക്കെ ഉടനടി ആൻസർ പറയുന്നുണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പത്തിൽ അങ്ങനെയാണ്. മനുഷ്യർക്ക് വേറെയുള്ള ചിന്തകളും വേറെയുള്ള ചുറ്റുപാടുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ചുറ്റുപാടുകളെ, നമ്മളെ മുന്നിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നന്നായി ശ്രദ്ധിക്കാനും അതിന് പ്രതികരിക്കാനും ഒക്കെ സാധിച്ചിരുന്നു. അതിന് മറുപടി പറയാനൊക്കെ നമുക്ക് സാധിച്ചിരുന്നു. പക്ഷെ വലുതാവും തോറും ജീവിതത്തിന്റെ ആ ഒരു ഭാരം, പല രീതിയിലുള്ള ജീവിതത്തിലൂടെയാണ്, മനുഷ്യനല്ലേ, പല രീതിയിൽ പല പരീക്ഷണങ്ങളും ഉണ്ടാവും. അതുപോലെ തന്നെ പല പ്രതിസന്ധികൾ ഉണ്ടാവും. അങ്ങനെയുള്ള ഘട്ടങ്ങളിലൊക്കെ കടന്നു പോകുമ്പോഴാണ് നമുക്ക് ശ്രദ്ധയും ഒക്കെ പതറിപ്പോകുന്നതും, നമുക്ക് അസ്വസ്ഥമായ ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിലൂടെ ഉണ്ടാവുന്നതും ഒക്കെ അങ്ങനെയാണ്. അത് ഓരോരുത്തരെ ആ ഒരു മനോഭാവം അനുസരിച്ചിട്ടാണ് അതിനെ അവർ എടുക്കുന്നത്. നെഗറ്റീവായിട്ടോ പോസിറ്റീവായിട്ടോ ഒക്കെ നമുക്ക് അതിനെ എടുക്കാൻ സാധിക്കും, നമ്മളുടെ മുന്നിൽ വരുന്ന പ്രശ്നങ്ങളെ. അത് പോസിറ്റീവായിട്ട് എടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വല്ലാതെ അസ്വസ്ഥപ്പെട്ട മനസ്സുണ്ടായിക്കൊള്ളുന്നില്ല. അതുപോലെ തന്നെ അവർക്ക് ശ്രദ്ധ കുറവ് അനുഭവപ്പെട്ടുകൊള്ളണമെന്നില്ല. പക്ഷെ നെഗറ്റീവായിട്ട് എടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരിക്കലും അസ്വസ്ഥത എന്ന് പറയുന്നത് മനസ്സിന് ലഭിക്കില്ല. സ്വസ്ഥമായ ജീവിത രീതിയിലൂടെ അവർക്ക് പോകാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പൊ എന്താവും? സ്വാഭാവികമായിട്ടും സ്ട്രെസ് കൂടും, നമുക്ക് തീരുമാനം എടുക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ നമുക്കൊന്നില് ഒരു സംഗതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കില്ല. നമ്മളിപ്പോ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോ കിച്ചണിൽ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ മനസ്സ് പതറിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ഉപ്പിടാൻ മറക്കും. ടേബിളിൽ കൊണ്ടുപോയി വെച്ച് കൊടുക്കുമ്പോഴായിരിക്കും ഉപ്പിട്ടില്ല എന്നുള്ള കാര്യമൊക്കെ ഓർമ്മ വരിക. അതുപോലെ എരി കൂടുതൽ 2 പ്രാവശ്യം എരിയിട്ടിട്ടുണ്ടാവും, 2 പ്രാവശ്യം ഉപ്പിട്ടിട്ടുണ്ടാവും. ചിലപ്പോ ഫ്രിഡ്ജൊക്കെ തുറന്നു നിന്നിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഇത് തുറന്നതെന്നുള്ളത് ഇങ്ങനെ ചിന്തിക്കും, മറന്നിട്ടുണ്ടാവും. അത് അടച്ച് പോവും, പിന്നെയും വരും, പിന്നെയും ഓപ്പൺ ചെയ്യും. എന്നിട്ടും ആലോചിച്ച് നിൽക്കും, എന്തിനു വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഈ ഫ്രിഡ്ജ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ കിച്ചണിൽ സ്റ്റൗവിൽ വെച്ചതൊക്കെ മിക്കവാറും മടി പിടിക്കും, കരിഞ്ഞു പോവും. അത് മിക്കവാറും സംഭവിക്കുന്നത് തന്നെയാണ്. കാരണം നമ്മൾക്ക് ആ ഒരു ശ്രദ്ധക്കുറവ് സംഭവിക്കുമ്പോഴാണ് അങ്ങനെ നമ്മുടെ മനസ്സുകൾ വേറെ എവിടൊക്കെ ആയിട്ട് നമ്മൾ കുക്ക് ചെയ്യുമ്പോഴാണ് അങ്ങനെയുള്ളത്. അതല്ലെങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ട് മാറിപ്പോയി കഴിഞ്ഞാൽ അത് നമ്മൾ മറന്നു പോയിട്ടുണ്ടാവും. ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട വിഷയങ്ങളാണ്. ചിലപ്പോൾ അപകടങ്ങൾ വരെ സംഭവിച്ചെന്നിരിക്കും. ഏതായിരുന്നാലും പടച്ച തമ്പുരാൻ കാത്തുരക്ഷിക്കട്ടെ. അതുമാതിരി തന്നെ നമ്മുടെ റിലേഷൻഷിപ്പില് പ്രോബ്ലംസ് ഉണ്ടാവും അല്ലെ? നമുക്ക് ഈ ഒന്നിലും ശ്രദ്ധിക്കാൻ കഴിയാതെ അസ്വസ്ഥമായി കൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾ പറഞ്ഞാൽ എന്തെങ്കിലും പറയുമ്പോൾ നമുക്കതിന് ചെവി കൊടുക്കാൻ സാധിക്കില്ല. അപ്പൊ അവരെന്ത് ചെയ്യും? ഉമ്മ ഉമ്മ എന്നും പറഞ്ഞിട്ട് ഒന്ന് രണ്ടാമത് കുറച്ചും കൂടി ഉറക്കെ പറയും. കാരണം അവർക്ക് ചിലപ്പോ ചില കാര്യങ്ങളിൽ നമ്മളെടുത്തുനിന്ന്
ഒരു ഡിസിഷൻ കിട്ടേണ്ടതുണ്ടാവും. നമ്മളടുത്ത് നിന്ന് അവർക്ക് എന്തെങ്കിലും ഗൈഡൻസ് ലഭിക്കേണ്ടതുണ്ടാവും. അപ്പൊ അവർ ചോദിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ രണ്ടാമത് ചോദിക്കുമ്പോ നമ്മൾ ഷൗട്ട് ചെയ്യും, അവരെ ചീത്ത പറയും. അതുപോലെ തന്നെ ഹസ്ബൻഡിനോട് ചിലപ്പോൾ വഴക്കൂടും, അല്ലെങ്കിൽ നേരെ തിരിച്ചും. വീട്ടിൽ ഗൃഹനാഥന്മാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ജോലി സംബന്ധമായിട്ടോ അതല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ വീട്ടിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും, ഞാൻ ഒറ്റക്കൊന്ന് ഇരിക്കട്ടെ, ഒരു സ്വൈര്യം തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഭാര്യയുടെ അടുത്തും മക്കളുടെ അടുത്തും വല്ലാതെ ഷൗട്ട് ചെയ്യുന്ന പുരുഷന്മാരും ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ആവുമ്പോ എന്താണ്, റിലേഷൻഷിപ്പിൽ വല്ലാത്ത പ്രോബ്ലംസ് വരും. മനസ്സിലാവണ്ട, മനസ്സുകൾ അസ്വസ്ഥമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കൊന്ന് ചിരിക്കാൻ പോലും സാധിക്കില്ല. ഒരു യാന്ത്രികമായിട്ടായിരിക്കും ചിരിയൊക്കെ വരിക. അതുപോലെ തന്നെ ഏതെങ്കിലും ഫംഗ്ഷനുകൾക്കൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെല്ലാം മറന്നിട്ട് ചിരിച്ചെന്ന് വരും. പക്ഷെ നമ്മുടെ മനസ്സിൽ അസ്വസ്ഥതയുള്ള സമയത്ത് നമുക്ക് വല്ലാതെ ഒന്നും ചിലപ്പോൾ കൂട്ടത്തിൽ കൂടാനോ ഒന്നും സാധിക്കില്ല. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴത്തേനും ചിലപ്പോൾ സങ്കടം വരും, ദേഷ്യം വരും. ദേഷ്യത്തിൽ നിന്ന് സങ്കടം ഉണ്ടാവും, സങ്കടത്തിൽ നിന്ന് ദേഷ്യം ഉണ്ടാവും. ഓക്കെ. അപ്പൊ ഇതൊക്കെ നമ്മുടെ ആ സ്മൂത്ത് ആയിട്ട്, ആ ഊഷ്മളമായിട്ട്, വളരെ വാമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന റിലേഷൻഷിപ്പിനൊക്കെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് ബാധിക്കും എന്നുള്ളതാണ്. കാരണം നമ്മൾ തന്നെ സ്വയം ഒരു ഇറിറ്റേഷൻ, ആ ഒരു ഇതിലാണ് നമ്മൾ കടന്നു പോയിട്ടുണ്ടാവുക. അപ്പൊ നമ്മുടെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഇപ്പൊ ജോലി സ്ഥലത്താണെങ്കിലും അങ്ങനെ തന്നെയാണ്. നമ്മുടെ പിന്നെ കൊലീഗ്സിനായിട്ടുള്ള ആ ഒരു നല്ല റിലേഷൻഷിപ്പ് ചിലപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടെന്ന് വരും. ചിലപ്പോൾ നമ്മൾ അവരെ കൂടെ ഇരിക്കാൻ ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും. അപ്പൊ അങ്ങനെയൊക്കെ ആവുമ്പോൾ എന്താണ്, നമുക്ക് അവര് നമ്മോടും പിന്നെ സംസാരിക്കാനോ വിമുഖത കാണിക്കും. അതിനാലെ നമുക്ക് ചിലപ്പോ നമ്മൾ ഇങ്ങനെയും ചിന്തിക്കാം, എനിക്ക് ഇങ്ങനെയുള്ള ഒരു മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് അവരെന്നോട് അന്വേഷിച്ചില്ലല്ലോ, എന്താ ഇങ്ങനെ എന്നുള്ളത് അന്വേഷിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോ നമ്മൾ പരാതിയും പരിഭവമൊക്കെ ആയിട്ട് നീങ്ങും. അപ്പൊ അങ്ങനെ ആവുമ്പോഴും അതൊരു പ്രശ്നത്തിലേക്കായിരിക്കും പിന്നെ അത് പോയിക്കൊണ്ടിരിക്കുക. അതുമാതിരി തന്നെ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതില് ഇങ്ങനെ വല്ലാതെ മിസ്റ്റേക്കുകൾ വരും. അതുമാതിരി തന്നെ എന്തെങ്കിലും ഉദ്ദേശിച്ച ഫലം ലഭിച്ചെന്ന് വരില്ല. അതുമാതിരി തന്നെ നമുക്ക് ഡെയിലി ടാസ്കുകൾ ഉണ്ടാവും. ചിലപ്പോൾ ചില ജോലി സ്ഥലത്തൊക്കെ നമുക്ക് കുറെ ടാസ്കുകളൊക്കെ തരും, അത് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് ഡെയിലി ഉള്ള ടാസ്കുകൾ ഉണ്ടാവും. അതുമാതിരി തന്നെ വീക്ക്ലി ഉള്ള ടാസ്കുകൾ ഉണ്ടാവും, മന്ത്ലി ഉള്ള ടാസ്കുകൾ ഉണ്ടാവും. ഒരു മാസത്തിനുള്ളിൽ ചെയ്ത് തീർക്കേണ്ടതാണ്, അതല്ലെങ്കിൽ ഈ ആഴ്ച സബ്മിറ്റ് ചെയ്യേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചില വർക്കുകളും ചില സബ്മിറ്റ് ചെയ്യാനുള്ള കുറെ സംഗതികൾ, ടാസ്കുകളൊക്കെ ചിലപ്പോൾ ഏൽപ്പിക്കും. പക്ഷെ മനസ്സ് അസ്വസ്ഥമായി കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയില്ല. എന്നുണ്ടെങ്കിൽ നമുക്ക് ആ തന്നിട്ടുള്ള ആ ഒരു ടാസ്ക് ഭംഗിയായിട്ട് പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കില്ല. അതിലൊരുപാട് മിസ്റ്റേക്സുകൾ സംഭവിക്കും. ചിലപ്പോ പൂർത്തീകരിക്കാൻ തന്നെ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അപ്പൊ ഇതൊക്കെ തന്നെ നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നതാണ്. ജോലി സ്ഥലത്ത് മിസ്റ്റേക്സുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ അവിടെ അനാസ്ഥ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കരിയറിനെ ബാധിക്കും, അത് നമ്മളെ ജീവിതത്തെ ബാധിക്കും. അതുപോലെ തന്നെ കുടുംബത്തിന്റെ കാര്യമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഗാർഹിക ജീവിതത്തെ അത് സാരമായിട്ട് ബാധിക്കും. അതിനൊക്കെ പുറത്ത് ഇതെല്ലാം കൂടെ തലയിലേറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ ഉണ്ടാവുക, നമുക്ക് ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാവും, അല്ലെ? ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും. മെന്റലി ആൻഡ് ഫിസിക്കലി ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്കുണ്ടാവും. ഇനി പിന്നെ ഇതൊക്കെ പറയുന്നത് നമ്മുടെയൊക്കെ ദൈനംദിന ജീവിതത്തിൽ ചെറുതും വലുതുമായിട്ട് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ കുറിച്ചിട്ട കാര്യങ്ങളാണ് ഇതൊക്കെ പറയുന്നത്. പലപ്പോഴും നമ്മൾ പുറത്തോട്ടൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ വണ്ടി കയറി ഇരുന്നിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ ഓർക്കുക സ്റ്റൗ ഓഫ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അയൺ ബോക്സ് ഊരിട്ടിട്ടോ അത് പ്ലഗ് ഊരിട്ടോ എന്നറിയില്ല, അല്ലെങ്കിൽ മോട്ടോർ ഓഫ് ആക്കിയോ, ചിലപ്പോൾ വെള്ളം കഴിഞ്ഞിട്ട് മോട്ടോർ ഓൺ ചെയ്തിട്ടുണ്ടാവും, അത് ഓഫ് ആക്കിയോ ഒന്നും ഓർമ്മയില്ല, വാതിൽ ലോക്ക് ചെയ്തോ ഒന്നും ഓർമ്മയില്ല. ഉറങ്ങാൻ സമയത്ത് ഒന്നോ രണ്ടോ പ്രാവശ്യം പോയിട്ട് മെയിൻ ഡോർ ലോക്ക് ചെയ്തിരിക്കണോ എന്നുള്ളതൊക്കെ നമ്മൾ നോക്കും. അതൊക്കെ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ്. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ സൊല്യൂഷനിലേക്ക് വരുമ്പോൾ ഞാൻ അതിന് സൊല്യൂഷൻ പറയാം. ഇതൊക്കെ തന്നെ നമ്മുടെ മനസ്സിൽ വേണ്ടത്ര രീതിയിൽ നമ്മൾ ആ ഒരു ശ്രദ്ധയിൽ അത് ഫോക്കസ് ചെയ്യാൻ നമുക്ക് സാധിക്കാത്തത് കൊണ്ടാണ്. അപ്പൊ അതിനെന്താണ് സൊല്യൂഷൻ എന്നുള്ളതൊക്കെ ആ സൊല്യൂഷൻ പറയുമ്പോൾ ഞാനത് പറഞ്ഞു തരാം. ഓക്കെ. ഇനി നമുക്ക് ഈ ഒരു ശ്രദ്ധയും ഒരു ശാന്തതയും ലഭിച്ചു കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ്, അതിനുള്ള ഗുണങ്ങളെ കുറിച്ച് നമുക്ക് കുറച്ച് സംസാരിക്കാം.
അതായത് പിന്നെ നമുക്ക് ഒരു സംഗതിയിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശ്രദ്ധയും ശാന്തതയും ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വായിക്കുവാനും പഠിക്കുവാനും സാധിക്കും. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ വായനയും പഠനവും ഒക്കെ നിർത്തി വെച്ചിട്ടുള്ളത് എന്തുകൊണ്ടാണ്? നമുക്ക് ഓർമ്മയിൽ നിൽക്കുന്നില്ല. അതിൽ വേണ്ട രീതിയിൽ നമുക്ക് മൈൻഡ് അതിലേക്ക് സെറ്റ് ആക്കാൻ സാധിക്കുന്നില്ല, ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. വായിക്കുമ്പോ മറന്നു പോവുകയാണ്, വായിക്കുന്നത് എന്താണെന്ന് ഇങ്ങോട്ട് കയറുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ വായനയും പഠനവും ഒക്കെ നിർത്തി വെച്ചിട്ടുള്ളത്. നമുക്ക് ഏജായി. ഏജ് എന്ന് പറയുന്നതൊക്കെ ഒരു നമ്പറാണ്. ഏത് ഏജിലും പഠിക്കാം, ജീവിതകാലം മുഴുവനും പഠിക്കാം. ഞാനിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ വായനയും പഠിത്തം എന്ന് പറയുന്നത് നമ്മളെ വയസ്സുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഓക്കെ. അപ്പൊ നമുക്ക് ഈ ഒരു കോൺസെൻട്രേറ്റ് ചെയ്യാൻ, നമുക്ക് ശ്രദ്ധിക്കാൻ ഉള്ള ഒരു കഴിവ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നോളേജ് നമുക്ക് സ്വായത്തമാക്കാൻ സാധിക്കും, നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും. നോളേജ് നമുക്ക് സ്വന്തമാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കും. നമ്മുടെ തന്നെ ജീവിതത്തിൽ കുറെ മാറ്റങ്ങൾ നമുക്ക് വരുത്താൻ സാധിക്കും. കുറെ വേണ്ടാത്ത ചിന്തകളൊക്കെ നമ്മളെ മനസ്സിൽ നിന്ന് പറിച്ചെറിയാൻ സാധിക്കും. നമ്മളെ സ്വഭാവത്തിലും നമ്മുടെ പെരുമാറ്റത്തിലും സംസ്കാരത്തിലും ഒക്കെ വമ്പിച്ച മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. ഓക്കെ. അതുമാതിരി തന്നെ പ്രോബ്ലം സോൾവിങ് സ്കില്ലുണ്ടാവും. നമുക്കൊരു പ്രശ്നം നമ്മുടെ മുന്നിൽ വന്നു നിന്ന് കഴിഞ്ഞാൽ, ആരുടെയെങ്കിലും, നമ്മുടേതായിക്കോട്ടെ മറ്റുള്ളവരുടേതായിക്കോട്ടെ, ഒരു പ്രശ്നം നമ്മുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ അതിനുള്ള സൊല്യൂഷൻ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. കാരണം നമ്മുടെ മനസ്സ് ശാന്താണ്. അശാന്തി നിറഞ്ഞൊരു മനസ്സിൽ നമുക്ക് പ്രശ്നങ്ങൾക്ക് പരിഹാരം പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. ഒരാളൊരു വമ്പിച്ച മല പോലുള്ള ഒരു പ്രശ്നമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അത് മഞ്ഞ് പോലെ ഉരുക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അതെത്ര പുണ്യകരമായ സംഗതിയാണ്, അല്ലേ? അപ്പൊ അങ്ങനെയുള്ള പ്രോബ്ലംസ് ഇപ്പൊ നമ്മുടെ ജീവിതത്തിലായാലും ചില പ്രശ്നങ്ങൾ വരുമ്പോ അതിനെ പുല്ലുപോലെ നമുക്ക് നല്ല മനസാന്നിധ്യം ഉണ്ടെങ്കിൽ അതിന് സാധിക്കും എന്നുള്ളതാണ്. മനസാന്നിധ്യം അല്ലെങ്കിൽ നമ്മൾ എത്ര ശ്രമിച്ചിട്ടും കാര്യമല്ല. നമ്മള് ഇമോഷണലി നമ്മൾ വല്ലാതെ തകർന്നു പോകും. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾക്ക് വ്യത്യസ്തമായ ടാസ്കുകൾ ഏറ്റെടുക്കാനും അതിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാനും നമുക്ക് സാധിക്കും. അത് വീട്ടിലായിക്കോട്ടെ പുറത്തായിക്കോട്ടെ, നമ്മൾ ഏത് സൊസൈറ്റിയിലായാലും സംഘടനയിലായാലും എവിടെ ജോലി ചെയ്യുന്നവരായാലും നമുക്ക് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കും. അപ്പൊ മാത്രമല്ല, പെർഫോമൻസ് കാഴ്ചവെക്കുമ്പോൾ നമുക്ക് നമ്മുടെ കരിയറിൽ ഉയർച്ച ഉണ്ടാവും. മാത്രമല്ല നമുക്ക് ആ ജോലി, നമ്മൾ ചെയ്യുന്ന ജോലി എൻജോയ് ചെയ്തുകൊണ്ട് നമുക്കത് ചെയ്യാൻ സാധിക്കും. നമുക്കെപ്പോഴും ഒരു ജോലി അത് പെർഫെക്റ്റ് ആയിട്ട്, അതല്ലെങ്കിൽ അതിന്റെ പീക്കിൽ വളരെ ഉയരത്തിൽ നമ്മൾ എത്തണം എന്നുണ്ടെങ്കിൽ നമുക്കത് എൻജോയ് ചെയ്തിട്ട് ചെയ്യാൻ സാധിക്കണം, അല്ലെ? അതല്ല മറ്റുള്ളവരെന്ത് ചെയ്യും, അതല്ലെങ്കിൽ മേലധികാരികളോട്, അതല്ലെങ്കിൽ മാനേജറോട്, അതിന്റെ ആരോ ആയിക്കോട്ടെ, അവരോട് ഇതിന് സമാധാനം പറയേണ്ടി വരും. അതല്ലെങ്കിൽ അവരെ ഏൽപ്പിച്ച ജോലി ചെയ്യാതിരിക്കാൻ നിവർത്തിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കത് എൻജോയ് ചെയ്യാൻ കഴിയില്ല. അതല്ല, സ്വമേധയാ നാം അത് ആസ്വദിച്ച് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിന് ഉയർച്ചയും വളർച്ചയും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. നല്ല പെർഫോമൻസ് നമുക്ക് കാഴ്ചവെക്കാൻ സാധിക്കും. മാത്രമല്ല, കൂടുതൽ കൂടുതൽ ഇന്നോവേറ്റീവ് ആയിട്ട് പുതിയ പുതിയ കുറെ ഐഡിയകൾ വെച്ചുകൊണ്ട് നമുക്ക് അവരുടെ മുന്നിൽ, ആരുടെ ആണെങ്കിലും മുന്നിൽ അത് കാഴ്ചവെക്കുവാൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരുപാട് ഇൻകം വരുന്ന, അതല്ലെങ്കിൽ നമുക്ക് ഒരുപാട് പ്രോഗ്രസീവ് ആയിട്ടുള്ള റിസൾട്ടിലൂടെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫിലോട്ട് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ കരിയറിൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സംഗതികളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മുടെ കരിയർ ജീവിതം മെച്ചപ്പെടുത്തുവാനും നമുക്ക് സാധിക്കും. എന്താണ്, നമുക്ക് ഈ ചെയ്യുന്ന സംഗതികളിൽ നാം അതിൽ നന്നായി ശ്രദ്ധിച്ചിട്ട് ശാന്തമായ മനസ്സോടെ, സ്വസ്ഥതയുള്ള മനസ്സോടു കൂടി, മനസാന്നിധ്യത്തോട് കൂടിയിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ട് ആലോചിച്ചുകൊണ്ട് ഒരു സംഗതി ചെയ്യുന്നതും, വെപ്രാളപ്പെട്ടിട്ട് അസ്വസ്ഥമായിട്ട് വീഴ്ചകൾ സംഭവിച്ചുകൊണ്ട് പൂർത്തിയാക്കാത്ത രീതിയിൽ ചെയ്യുന്നതും രണ്ടും രണ്ട് റിസൾട്ടാണ് ഉണ്ടാവുക. ഓക്കെ. അതുപോലെ ഇനിയിപ്പൊ നമുക്ക് അതിന്റെ ഒരു സൊല്യൂഷനിലേക്ക് പോവാം. കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് കുറെയൊക്കെ പിടുത്തം കിട്ടി. ഇതല്ലാതെയും വേറെയും ഒരുപാടുണ്ട്. ഈ 1 മണിക്കൂർ ക്ലാസ്സിന്റെ ഇടയിൽ നമുക്ക് ഇതെല്ലാം കൂടി ഒതുക്കി പറയുക എന്ന് പറയുന്നത് പ്രയാസകരമായ സംഗതിയാണ്. അപ്പൊ അത് ഞാൻ നിങ്ങളുടെ ചിന്തക്ക് വിട്ടു തരികയാണ്. എന്തൊക്കെ ബെനിഫിറ്റുകളാണ് ഇപ്പൊ നിങ്ങൾക്ക് ഓരോന്നും ഇങ്ങനെ മനസ്സിലൂടെ കടന്നു വരുന്നുണ്ടാവും.
ഞാൻ അന്ന് വളരെ അസ്വസ്ഥമായിട്ട് ചെയ്ത ആ സംഗതി ശരിക്ക് എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതന്നെ ആ പ്രശ്നങ്ങളാണ് തീർന്നതിന് ശേഷം വീണ്ടും ഞാൻ അത് ചെയ്യുമ്പോൾ കുറച്ചും കൂടി മെച്ചപ്പെട്ടിട്ട് എനിക്ക് അവിടെ പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലൂടെ ഇപ്പൊ ഇങ്ങനെ സെക്കൻഡുകൾക്കുള്ളിൽ കടന്നു പോയിട്ടുണ്ടാവാം. അപ്പൊ നിങ്ങൾ തന്നെ മനസ്സിലാക്കിയാൽ മതി എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. നമുക്ക് അസ്വസ്ഥമായ മനസ്സോട് കൂടെ ചെയ്യുന്ന കാര്യങ്ങളും മനസാന്നിധ്യത്തോടെ സ്വസ്ഥമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളും. ഇപ്പൊ നമ്മൾ വീട്ടിനുള്ളിൽ വെപ്രാളപ്പെട്ട ഒരു കാര്യം തെരഞ്ഞാല് ഞാൻ വെച്ചുകൊടുത്ത് കാണുന്നില്ലല്ലോ, എന്റെ വാച്ച് കാണുന്നില്ലല്ലോ, ഇന്ന് രാവിലെ ഈ പറഞ്ഞ പോലെ ഞാൻ എവിടെയോ ധൃതിപ്പെട്ട് ഇറങ്ങുമ്പോ ഞാൻ എന്റെ വാച്ച് നോക്കിയിട്ട് കണ്ടില്ല. തിരിച്ചു വന്നിട്ട് ഞാൻ സമാധാനപൂർവ്വം നോക്കിയപ്പോ ഞാൻ വെച്ചുകൊടുത്ത് അവിടെ തന്നെ വാച്ച് ഇരിക്കുന്നു. ഇതാണ് നമ്മൾ വെപ്രാളപ്പെട്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾക്ക് മുന്നിലുള്ള കാര്യങ്ങൾ തന്നെ കാണാതെ പോകും. അതേസമയം സ്വസ്ഥമായ മനസ്സോടുകൂടെ വളരെ ശാന്തമായിട്ട് നമ്മളൊന്ന് തെരഞ്ഞു നോക്കിയേ, അത് അവിടെ തന്നെ ഉണ്ടാവും, ഇരിക്കുന്നോട് തന്നെ ഉണ്ടാവും, എവിടെയും പോയിട്ടുണ്ടാവില്ല. ചിലപ്പോൾ നമ്മൾ ദേഷ്യപ്പെടും, ഞാനിവിടെ വെച്ചിരുന്നാണല്ലോ ആരും എടുത്തു കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുട്ടികളോട് ദേഷ്യപ്പെടും, വീട്ടിലുള്ളവരോട് ദേഷ്യപ്പെടും. അപ്പൊ ചിലപ്പോൾ കുട്ടികൾ വന്നിട്ട് ഇതാ ഉമ്മ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ എടുത്ത് കൈ തരും. അപ്പൊ ഇതൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇനി അതിന്റെ സൊല്യൂഷനിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഐഡന്റിഫൈ ആൻഡ് മിനിമൈസിങ് ഡിസ്ട്രാക്ഷൻസ്. നമ്മുടെ ശ്രദ്ധ പതറിപ്പോകുന്ന കാര്യങ്ങൾ, പതറിപ്പോവാൻ എന്തെങ്കിലും റീസൺ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ, അല്ലാതെ ഒരു റീസണും ഇല്ലാതെ ഒരു കാരണവും ഇല്ലാതെ ഒരാളുടെ ശ്രദ്ധ പതറിപ്പോകില്ല. ശ്രദ്ധിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലോട്ട് അല്ലെങ്കിൽ മനസ്സ് അസ്വസ്ഥമാവുന്ന ഒരു അവസ്ഥയിലോട്ട് എത്തില്ല. അപ്പൊ അതെന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാണ് ആദ്യം നമ്മൾ വേണ്ടത്. എന്റെ ശ്രദ്ധ പതറുവാൻ എന്താണ് കാരണം? എന്റെ വീട്ടിലുള്ള വഴക്കാണോ, അതല്ലെങ്കിൽ ജോലി സ്ഥലത്ത് ഞാൻ അനുഭവിക്കുന്ന മറ്റു പ്രയാസങ്ങളോ സ്ട്രെസ്സോ അങ്ങനെയാണോ? ഞാൻ ഒരു അധ്യാപിക എന്നുള്ള നിലക്ക് എനിക്ക് കുട്ടികളെ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കാനും പഠിപ്പിക്കാനും സാധിക്കുന്നില്ല. അതിനെന്താണ് കാരണം? എന്റെ വീട്ടിലെ പ്രശ്നങ്ങളാണോ? അതല്ല മറ്റ് അധ്യാപകരുടെ അടുത്തുനിന്ന് ഞാൻ പല കാര്യങ്ങളും തെറ്റിദ്ധരിക്കുന്നുണ്ടോ? ശരിയായ രീതി അങ്ങനെയാണല്ലോ, മനുഷ്യന്മാർക്ക് ശരിയായിട്ട് മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതൽ ഇഷ്ടം തെറ്റിദ്ധരിക്കാനാണ്. അതുപോലെ പ്രിൻസിപ്പാൾ എന്നെ വഴക്ക് പറഞ്ഞത് കൊണ്ടാണോ എന്നുള്ള നമ്മൾ ചിലപ്പോൾ എന്താണ് ആ റീസൺ എന്താണെന്നുള്ളത് നമ്മൾ തന്നെ കണ്ടെത്തണം. കണ്ടെത്തിയിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യുക, മിനിമൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, അതിനെ ലഘൂകരിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അതിനെ പർവ്വതീകരിച്ച് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും സ്വസ്ഥത ലഭിക്കില്ല. നമ്മളെ അസ്വസ്ഥമാക്കുന്ന കാരണങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ മഞ്ഞ് പോലെ ഉരുക്കി കളയാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. നമ്മുടെ മനസ്സിൽ തേട്ടി തേട്ടി വരും, എന്നാൾ അവൾ എന്നെ അങ്ങനെ പറഞ്ഞില്ലേ. ചിലപ്പോ മീൻ നന്നാക്കുന്ന സമയത്തായിരിക്കും ആ ചിന്ത മനസ്സിലേക്ക് വരിക. അന്ന് കല്യാണത്തിൽ വെച്ചിട്ട് അവൾ എന്നെ കണ്ടപ്പോ അങ്ങനെ പറഞ്ഞു, ഇനി ഒരു കല്യാണം ഉണ്ടാവട്ടെ, അപ്പൊ ഞാൻ അവളെ ശരിയാക്കി തരാം എന്ന് പറയുമ്പോ ചിലപ്പോ ആ കത്തി കൊണ്ട് കൈ മുറിഞ്ഞിട്ടുണ്ടാവും, അല്ലേ? അപ്പൊ ഇങ്ങനെയാണ് മനുഷ്യര്, ഇങ്ങനെ തികട്ടി തികട്ടി വരും. ഈ പശു അയവിറക്കുമല്ലോ എന്നതുപോലെ മനുഷ്യന്റെ ചില ഓർമ്മകൾ, നെഗറ്റീവ് ആയിട്ടുള്ള ഓർമ്മകളും പോസിറ്റീവ് ആയിട്ടുള്ള ഓർമ്മകളും ഒക്കെ മനസ്സിലേക്ക് ഇങ്ങനെ തികട്ടി തികട്ടി വരും. നമ്മളിങ്ങനെ അയവിറക്കിക്കൊണ്ടിരിക്കും. അമ്മായിമ്മ അന്ന് അന്ന് പറഞ്ഞത് എനിക്ക് സഹിച്ചില്ല, മരുമകൾ അന്ന് ചെയ്തത്, എന്നാലും ഞാൻ എത്ര കഷ്ടപ്പെട്ട് വളർത്തിയ മോനാണ്, ആ മോൻ അവള് കയ്യിലെടുത്തില്ലേ എന്നൊക്കെയുള്ള ചിന്തകളായിരിക്കും ചിലപ്പോ നമ്മുടെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അതായിരിക്കും നമ്മുടെ ശ്രദ്ധ പതറുവാൻ കാരണമായിട്ടുണ്ടാവുക. നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിനും ഉണ്ടൊരു പോസിറ്റീവ്. എന്ത് വിഷമങ്ങൾ ഉണ്ടാവുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി അതിലെല്ലാം നമുക്ക് നന്മയുണ്ടെന്നാണ്. ഏത് വിഷമത്തിലും ഏത് പ്രയാസത്തിലും ഏത് പ്രതിസന്ധിയിലും ഒരു നന്മ അവിടെ ഒളിച്ചിരിക്കുന്നുണ്ടാവും. ആ നന്മയെ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട സൊല്യൂഷൻ. എന്നിട്ട് ചിലപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് നെഗറ്റീവ് ചിന്തകൾ വരുമ്പോൾ അത് അവരവരുടെ സംസ്കാരങ്ങൾ കാണിക്കുന്നു. എന്റെ സംസ്കാരം എന്താണ്? നന്മയുള്ള രീതിയിൽ എല്ലാവരോടും നല്ല രീതിയിൽ പ്രവർത്തിക്കുക, നല്ലത് സംസാരിക്കുക എന്നുള്ളതാണ് എന്റെ സംസ്കാരം എന്നൊന്ന് മനസ്സിലാക്കിയാലും അതിന് ഒരുപാട് ആശ്വാസം കിട്ടും. പിന്നെ രണ്ടാമത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? ടൈം മാനേജ്മെന്റ് ആണ്. ടൈം മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പലപ്പോഴും നമ്മുടെ പല സംഗതികൾക്ക്, ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, എവിടെയെങ്കിലും പോകാൻ വേണ്ടിയിട്ട് ഓട്ടോ വന്ന് നിൽക്കുന്നുണ്ടാവും, അതല്ലെങ്കിൽ കാർ സ്റ്റാർട്ട് ചെയ്തിട്ട് വീട്ടിലുള്ളവർ വന്ന് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടാവും, ഹോൺ അടിക്കുന്നുണ്ടാവും. അപ്പോഴൊക്കെ ആയിരിക്കും നമ്മൾ ഡോറ് പൂട്ടിയോ എന്നുള്ള സംശയം ഉണ്ടാവും, ഓടി ഇറങ്ങും.
ബാഗിൽ എടുത്തു വെക്കേണ്ട സാധനങ്ങൾ മുഴുവൻ എടുത്തു വെച്ചിട്ടുണ്ടാവില്ല. മൊബൈൽ മറന്നിട്ടുണ്ടാവും, മൊബൈലിലെ ചാർജർ മറന്നിട്ടുണ്ടാവും, കഴിക്കേണ്ട മെഡിസിൻ മറന്നിട്ടുണ്ടാവും. ഇതൊക്കെ സംഭവിക്കുന്നതാണ്. ഡോർ ലോക്ക് ചെയ്തോന്ന് മറന്നിട്ടുണ്ടാവും, ലോക്ക് ചെയ്ത കീ ഡോർമ തന്നെ വെച്ചിട്ടുണ്ടാവും. ഇതൊക്കെ സംശയം വരുന്നത് എന്തുകൊണ്ടാ? നമുക്ക് ആ ടൈം മാനേജ്മെന്റ് ഇല്ലാത്തത് കൊണ്ടാണ്. കാരണം നമുക്ക് നാളെ ഒരു പെട്ടെന്നുള്ള യാത്രയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കൊരു നാളെ എവിടേക്കെങ്കിലും പോകാനുണ്ടെങ്കിൽ നമ്മൾ തലേദിവസം തന്നെ ഒരു ലിസ്റ്റ് ഒക്കെ എഴുതി റെഡിയാക്കി വെക്കുക. ഇന്ന സാധനങ്ങളൊക്കെ ബാഗിൽ എടുത്ത് വെക്കാനുണ്ട്, ഇന്ന സമയത്ത് ഞാൻ ഒരുങ്ങണം, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളത് നിർബന്ധമായിട്ടും ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുക. ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. ഇത്ര സമയം മുതൽ ഇത്ര സമയം ഇന്ന കാര്യം ചെയ്യും, കുളിക്കാൻ ഇത്ര മിനിറ്റ്, ഒരുങ്ങാൻ ഇത്ര മിനിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊന്ന് സെറ്റ് ചെയ്ത് വെച്ച് നോക്കിയാൽ, ശാന്തമായ മനസ്സോട് കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് നോക്കിയാൽ നമ്മളൊന്നും മറക്കില്ല. അപ്പൊ ഇത് പ്രാക്ടീസ് ചെയ്യുക, ടൈം മാനേജ്മെന്റ്. അപ്പൊ ഇതിന്റെ കൂടെ ചിലപ്പോൾ നമുക്ക് ഈ ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് ചില കാര്യങ്ങൾ നമുക്ക് എത്ര ശ്രമിച്ചാലും സമയത്തിനുള്ളിൽ തീർക്കാൻ കഴിഞ്ഞോളുന്നില്ല. അങ്ങനെയും ഒരു പ്രശ്നമുണ്ട്. നമുക്ക് ശ്രദ്ധ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, ഒന്നിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, നമുക്ക് പറഞ്ഞ സമയത്തിന് ചില കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ സാധിച്ചോളുന്നില്ല. പ്രത്യേകിച്ച് എക്സാമിന്റെ ഒക്കെ സമയത്ത് നമ്മുടെ മനസ്സിൽ അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ ബുക്ക് വെറുതെ തുറന്നിരിക്കും, മറിക്കും, വായിക്കും, പക്ഷെ ഒന്നും ഇങ്ങോട്ട് കയറുന്നുണ്ടാവില്ല. പലപ്പോഴും അങ്ങനെയാണ് കാര്യങ്ങൾ പിന്നെ വരാറുള്ളത്. അപ്പൊ അതിനാണ് ഞാൻ പിന്നെ എന്താണ് ഞാൻ ഗ്രൂപ്പിലിട്ടിരുന്നു, പൊമഡാറോ ടെക്നിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്നിക്കിനെയാണ് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഞാൻ എൻ്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്ത് തരാം, എന്താണ് ടെക്നിക്ക് എന്നുള്ളത്. ഓക്കെ, ഞാൻ ഗ്രൂപ്പിലിട്ടിരുന്നു ഈ ഒരു ടെക്നിക്ക് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നുള്ളത്. അതായത് നമുക്ക് സമയമില്ലാത്തൊരവസ്ഥ, അതല്ലെങ്കിൽ നമ്മൾ കാര്യങ്ങൾ സമയത്തിന് ചെയ്ത് തീർക്കാൻ സാധിക്കുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥ ഉള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും പരീക്ഷിച്ച് നോക്കാവുന്ന ഒരു ടെക്നിക്കാണിത്. ഒന്നാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഈ ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു ടാസ്ക് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് നമുക്ക് കുറച്ച് വായിക്കണം, അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ജോലികൾ നമുക്ക് ചെയ്ത് തീർക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ അതിനൊരു ടൈം വെക്കുക, 20 മിനിറ്റ് 25 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരു ടൈം വെക്കുക. ആദ്യം ആ ഒരു ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ തിരഞ്ഞെടുക്കുക. എന്നിട്ട് ഒരു 20 അല്ലെങ്കിൽ 25 മിനിറ്റ് അതിന് വേണ്ടിയിട്ട് ഒരു അലാറം സെറ്റ് ചെയ്തിട്ട് ഒരു ടൈമറൊക്കെ സെറ്റ് ചെയ്തിട്ട് വെക്കുക. ആ ടൈമർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ അലാറം അടിക്കുന്നത് വരെ അവിടുന്ന് എഴുന്നേൽക്കാതെ അതിൽ തന്നെ ഫോക്കസ് ചെയ്തിട്ട് ആ സംഗതി ചെയ്യുക എന്നുള്ളതാണ്. ഒരു 25 മുതൽ 30 മിനിറ്റ് വരെ ഒരു മനുഷ്യന് 20-25 മിനിറ്റ് വരെ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കാൻ കഴിയുള്ളൂ. അപ്പൊ നമ്മളൊരു ക്ലാസ് കേൾക്കാതിരിക്കുകയാണ്, ഇപ്പൊ 1 മണിക്കൂർ ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിലും 20 മിനിറ്റിൽ കൂടുതലൊന്നും ശരിക്കും ഇങ്ങോട്ട് ഫോക്കസ് ചെയ്തിരിക്കാനൊന്നും ആർക്കും കഴിയില്ല എന്നുള്ളതാണ് ശാസ്ത്രം പറയുന്നത്. ചിലർക്കൊക്കെ കഴിയായിരിക്കും. ആ ഒരു സമയം വെച്ചിട്ട് 20-25 മാക്സിമം പോയാൽ 30 മിനിറ്റ് വരെ നമ്മൾ അത് പിന്നെ ആ ഒരു അലാം സെറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മുടെ ആ ടൈമർ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അത് മുഴുവനായിട്ട് കഴിയുന്നത് വരെ നമ്മൾ അവിടെ നിന്ന് എഴുന്നേൽക്കാതെ, അതല്ലെങ്കിൽ നമ്മൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാര്യം അവിടെ ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം ഒരു 5 മിനിറ്റ് നമ്മൾ ഒരു ഇടവേള എടുക്കുക. ആ ഇടവേള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉൽപാദനക്ഷമമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യുക. ഒന്ന് നീണ്ടു നിവർന്ന് നിന്നിട്ട് എന്തെങ്കിലും എക്സസൈസ് ചെയ്യേ, അതല്ലെങ്കിൽ ഈ സ്ട്രെസ് ഒക്കെ മാറാൻ വേണ്ടിയിട്ട് റിലാക്സേഷൻ തെറാപ്പി എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നീണ്ടു നിവർന്ന് കിടന്നിട്ട് എല്ലാ മസിലുകളും ഒന്ന് അഴിച്ചു വിടുക, കൈയിന്റെ മസിൽ, കാലിന്റെ മസിൽ എല്ലാം തളർത്തി അങ്ങോട്ട് ഇടുക. എന്നിട്ട് നമ്മൾ ഒന്ന് ദീർഘമായി ശ്വാസം വലിക്കുക. ഇതൊക്കെ തന്നെ നല്ലതാണ്. ഈ 5 മിനിറ്റ് ഇടവേളകളിൽ ചെയ്യാൻ നമ്മളെ മൈൻഡ് ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അതല്ലെങ്കിൽ നമ്മൾ മുറ്റത്ത് നല്ല പൂന്തോട്ടങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് സമയം ഒരു ഫ്രഷ് എയർ ഒക്കെ കൊണ്ടിട്ട് ആ തോട്ടത്തിലൂടെ ആ പൂക്കളോടൊക്കെ ഒന്ന് സംസാരിച്ച്, ഇലകളോടും പൂക്കളോടൊക്കെ സംസാരിച്ചിട്ടൊക്കെ നമ്മളെ മൈൻഡ് ഒന്ന് ഫ്രഷ് ആക്കിയിടുക ഒരു 5 മിനിറ്റ്. അതിനുശേഷം വീണ്ടും ആ ടാസ്കിലേക്ക് തിരിച്ചെത്തുക. അങ്ങനെ അത് റിപ്പീറ്റ് ചെയ്യുക. മൂന്നാമത്തെ പറയുന്നത് അത് റിപ്പീറ്റ് ചെയ്യുക. ഒരു 3-4 റൗണ്ടെങ്കിലും വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുക. നമ്മൾ ആദ്യം ചെയ്തതായിരിക്കാം, അതല്ലെങ്കിൽ അതിന്റെ തുടർച്ചയായിട്ട് ചെയ്യുന്നതായിരിക്കാം. അങ്ങനെ റിപ്പീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ 5 മിനിറ്റിന് പകരം
ഒരു 10 മിനിറ്റ് 20 മിനിറ്റ് ഇങ്ങനെ കൂട്ടി കൂട്ടി കൊണ്ടുവന്നിട്ട് ഇടവേള എടുത്തിട്ട് വീണ്ടും ആ ജോലി ചെയ്യുക. അങ്ങനെ ഈ റിപ്പീറ്റ് ചെയ്യുന്നതിന്റെ ഇടയിലൊക്കെ നമ്മളെ മൈൻഡ് ഫ്രഷ് ആക്കാൻ പറ്റിയ ഉൽപാദനക്ഷമമായിട്ടുള്ള ഒരിക്കലും നമ്മുടെ മനസ്സിലേക്ക് നെഗറ്റീവ്സുകൾ കയറി വരാത്ത രീതിയിൽ ഉള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. ഇതിൽ ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പാടില്ലാത്ത സംഗതികളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഒരു മിനിറ്റ്. ഇതിൽ ചെയ്യാൻ പാടുള്ളതും ചെയ്യാൻ പാടില്ല. അതായത് നമ്മൾ ആ ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഇടയിൽ എടുക്കുന്ന ഇന്റർവെല്, ആ ഒരു ഇടവേള സമയത്ത് നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഒന്നുകൂടി നടക്കാൻ പോവുക. അതല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തിൽ കൂടെ ഒന്ന് ഇറങ്ങി നടന്ന്, ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് പൂന്തോട്ടത്തിലൊക്കെ പോയി ഒന്ന് മൈൻഡ് ഫ്രഷ് ആക്കുക. അതല്ലെങ്കിൽ നമ്മളൊന്ന് ഒരു മെഡിറ്റേറ്റ് ചെയ്യുക. അത് വെച്ചാൽ കുറച്ച് സമയം ഒരു ധ്യാനം പോലെ കുറച്ച് സമയം കണ്ണടച്ചിരുന്ന് നമ്മുടെ ഉള്ളിലോട്ട് നോക്കുക. നമ്മുടെ ഉള്ളിലുള്ള ആന്തരിക അവയവങ്ങളൊക്കെ ഒന്ന് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടോ, അതല്ലെങ്കിൽ ദീർഘമായി ശ്വസിച്ചുകൊണ്ടോ, അതല്ലെങ്കിൽ നല്ല കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടോ ഒക്കെ നമുക്കൊന്ന് മെഡിറ്റേഷൻ ചെയ്യാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് സ്നാക്സോ അതല്ലെങ്കിൽ വെള്ളമോ ഭക്ഷണമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാം ആ ഇടവേളയില്. പിന്നെ അതുപോലെ തന്നെ നമുക്കൊന്ന് ടോയ്ലറ്റിൽ പോവാണ്ടെങ്കിൽ അങ്ങനെയൊക്കെ പോവാം. ചെയ്യാൻ പാടില്ലാത്ത സംഗതികളാണ് എന്ത്? നമ്മൾ ആ ഒരു ടാസ്ക് പൂർത്തീകരിക്കാനാണ് 20 മിനിറ്റ് 25 മിനിറ്റ് നമ്മളത് ചെയ്തതിന് ശേഷം ഒരു ഫോൺ വരികയാണ്. ആരാണെന്ന് നോക്കിയിട്ട് ഫോൺ എടുത്താൽ മതി. ചില ഫോൺ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് സംസാരിച്ചു കഴിഞ്ഞാൽ ഉള്ള മൂടൊക്കെ പോകും. ചിലരുടെ സംസാരം അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ ആവുമ്പോ നെഗറ്റീവ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ തൽക്കാലം ആ ഫോൺ അറ്റൻഡ് ചെയ്യാതിരിക്കുകയാണ് ബെറ്റർ. അവരോട് അതല്ലെങ്കിൽ പറയാ, ഞാനൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, തിരിച്ചു വിളിക്കാം എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുകയോ ഒക്കെ ചെയ്യാം. പക്ഷെ കഴിവിന്റെ പരമാവധി നിങ്ങൾ ഫോൺ ഉപയോഗിക്കാതിരിക്കുക. അതുമാതിരി തന്നെ കമ്പ്യൂട്ടർ, സോഷ്യൽ മീഡിയ, മൊത്തം TV അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒക്കെ നമ്മുടെ ശ്രദ്ധ അങ്ങോട്ട് തിരിക്കാതിരിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്കൊക്കെ ശ്രദ്ധ തിരിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഇതിലേക്ക് ഫോക്കസ് ചെയ്യാനോ നമ്മുടെ മനസ്സിനുള്ള അസ്വസ്ഥതകൾ മാറ്റുവാനോ നമുക്ക് സാധിക്കില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പൊ ഇതാണ് ഈ ഒരു തെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം. പരീക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം റിസൾട്ട് ഉള്ള ഒരു സംഭവമാണ്. നമുക്ക് നന്നായി ഫോക്കസ് ചെയ്യാനുള്ള ഇത് പരീക്ഷിച്ചിട്ട് ശാസ്ത്രം പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികൾക്ക് അവരുടെ പഠനത്തിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അവരുടെ റിസൾട്ട് ഉയർത്തി കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതാണ്. നമുക്ക് പരീക്ഷിക്കാം, നമ്മുടെ മക്കൾക്കും വേണമെങ്കിൽ അത് പരീക്ഷിച്ചു കൊടുക്കാം. പിന്നെ 2 ഒറ്റമൂലികളാണ് നമുക്ക് ശ്രദ്ധ കിട്ടുവാനുള്ള, നമ്മുടെ മനസ്സിന്റെ നല്ല ചിന്തകൾക്കുള്ള രണ്ട് പിന്നെ പ്രധാനപ്പെട്ട മെഡിസിൻസ് ആണ്. ഒന്ന് മെഡിറ്റേഷനും പിന്നെ മൈൻഡ്ഫുൾനെസ്സും. മെഡിറ്റേഷൻ എല്ലാ ക്ലാസ്സിലും ഞാൻ പറയാനുള്ളതാണ്. നമുക്കിവിടെ മെഡിറ്റേഷൻ തരാറുണ്ട്. ഇന്നിപ്പോ സമയമില്ലാത്തതുകൊണ്ട് മെഡിറ്റേഷൻ ഉണ്ടായിരിക്കില്ല. അപ്പൊ പിന്നെ അത് നല്ലൊരു ആയുധമാണ് നമുക്ക് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഡോറ് ലോക്ക് ചെയ്തോ എന്നുള്ളത് നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല, ഗ്യാസ് സ്റ്റൗ ഓഫ് ചെയ്തോ എന്നുള്ളത് ഓർമ്മ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് കരിഞ്ഞു പോകുന്നതൊക്കെ. നമ്മൾ വേറെന്തോ ചിന്തകൾ മനസ്സിൽ വെച്ചിട്ടാണ് ഈ സ്റ്റൗ കത്തിക്കുന്നത്. അതുമാതിരി തന്നെ മനസ്സിൽ എന്തോ ചിന്ത വെച്ചിട്ടാണ് വണ്ടിയിൽ കയറണം, അതെടുത്തോ എന്നുള്ള ഭയങ്കരമാക്കപ്പെട്ട ചിന്തകളൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഡോറ് ലോക്ക് ചെയ്യുന്നത്. ശരിക്കും എന്താണ് ചെയ്യേണ്ടത്? നമ്മളൊരു സംഗതി ചെയ്യുമ്പോൾ അതിനെ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്, നമ്മളൊരു സംഗതി ചെയ്യുമ്പോൾ ഞാനിപ്പോ ഇന്ന സംഗതി ചെയ്യാണ് എന്ന് നമ്മൾ നമ്മോട് തന്നെ പറയാം. ചിലവർക്ക് മനസ്സിൽ പറഞ്ഞാൽ മാത്രം മതിയാവില്ല, ഉറക്കെ പറയേണ്ടി വരും. ഞാൻ ഡോർ ലോക്ക് ചെയ്യാണ് എന്നൊന്ന് ഒരു ഇത്തിരി ഉറക്കം, വെച്ചാൽ ഒരുപാട് ആളുകൾ കേൾക്കുന്ന രീതിയിലല്ല, നമുക്ക് തന്നെ കേൾക്കുന്ന രീതിയിൽ നമ്മളൊന്ന് ഉറക്കം പറയാ, ഞാനിപ്പോ ഡോർ ലോക്ക് ചെയ്യാണ്, ഞാനിപ്പോ സ്റ്റൗ കത്തിച്ച് വെച്ചിട്ടുണ്ട്, തീ കുറച്ച് വെച്ചിട്ടുണ്ട്, തീ കൂട്ടി വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ അയൺ ബോക്സ് കുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിത് ആ പ്ലഗ് ഊരിയിടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് സംഗതിയാണോ നമ്മൾ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് അത് പറഞ്ഞുകൊണ്ട് ചെയ്യാന്നുള്ളതാണ്. അതിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് ഞാൻ ഇപ്പോ ഇന്ന കാര്യം ചെയ്യാണ്. അതുപോലെ തന്നെ നമ്മളെ പ്രാർത്ഥനകളൊക്കെ അങ്ങനെ തന്നെയാണ്.
നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലേണ്ട ഏത് ഭാഷയിലും, മലയാളത്തിൽ ചൊല്ലുകയാണെങ്കിലും അറബിയിലായാലും ഇംഗ്ലീഷിലായാലും ചൊല്ലേണ്ട സംഗതികൾ എന്താണെന്ന് നമ്മളൊന്ന് മനസ്സറിഞ്ഞ് ചെല്ലുക. ഞാനിപ്പോ ഇന്നതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞാൻ ഇന്നതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാൻ പടച്ചതമ്പുരാനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, നമസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്, തൊഴുതുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് നാം നമ്മോട് തന്നെ, നമ്മെ തന്നെ ഒന്ന് അലർട്ടാക്കുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞുകൊണ്ട്, അതിനാണ് മൈൻഡ്ഫുൾനെസ്. നമ്മൾ ഈ നിമിഷം, ഈ സമയം എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ആ അശ്രദ്ധകൾ ഒഴിവായി കിട്ടും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് പ്രയോറിറ്റൈസ് ചെയ്യാം. നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ചെയ്യും ഓരോ ദിവസം. ചിലപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ലാസ്റ്റിലേക്ക് വെക്കും, എന്നിട്ട് പിന്നെ അത് സമയമല്ലാണ്ടാവും ചെയ്യാൻ. ചിലപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കോൾ ചെയ്യേണ്ടതുണ്ടാവും, അത് പിന്നെ വിളിക്കാം, ഈ പണിയോട് കഴിയട്ടെ, ഈ ജോലി കഴിയട്ടെ, എന്നിട്ട് പിന്നെ വിളിക്കാം എന്ന് വെക്കും. പക്ഷെ നമുക്ക് പിന്നെ അത് വിളിക്കാൻ സാധിച്ചുകൊള്ളണമെന്നില്ല. രാത്രി കിടക്കുമ്പോഴായിരിക്കും 10 മണിക്കും 11 മണിക്കൊക്കെ ആയിരിക്കും നമുക്ക് ഓർമ്മ വരും, ഓ ഇന്ന ആളെ വിളിക്കണ്ടായിരുന്നു, വളരെ അർജന്റ് ആയിരുന്നു, പക്ഷെ വിളിക്കാൻ സാധിച്ചില്ല എന്ന് നമുക്ക് അപ്പോഴായിരിക്കും ഓർമ്മ വരിക. അപ്പൊ ആ സമയത്ത് ചിലപ്പോൾ ആ കക്ഷി ഉറങ്ങിയിട്ടുണ്ടാവും. ഒരു ഉദാഹരണം പറയണം. അങ്ങനെ തന്നെയാണ് പല കാര്യങ്ങളും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും നമ്മളൊരു നാളെ മറ്റന്നാളൊക്കെ ചെയ്യാനുള്ള കാര്യങ്ങളൊന്ന് എഴുതി വെക്കുന്നത് നല്ലതാണ്. ഒരു തിങ്സ് ടു ഡു ലിസ്റ്റ് എന്ന് പറയുന്നത് എഴുതി വെക്കുന്നത് നല്ലതാണ്. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതുമ്പോൾ അതിന്റെ ചിലപ്പോൾ നമുക്ക് അത് ചെയ്യേണ്ട ലാസ്റ്റ് ഒക്കെ ആയിരിക്കും ഓർമ്മ വന്നിട്ടുണ്ടാവും. നമ്മളൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. അണ്ടർലൈൻ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇത് ആദ്യം ചെയ്യേണ്ടതാണ്. അങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യാം നമ്മളെ കാര്യങ്ങൾ. അപ്പൊ നമുക്ക് ആ സ്ട്രെസ് ഒഴിവാക്കി കിട്ടും. നമുക്ക് അങ്ങനെയാണല്ലോ, മനസ്സ് അസ്വസ്ഥമാവുന്നതിന്റെ ഒരു കാരണം എന്താണ്? ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നൊക്കെ ആലോചിച്ചിട്ടാണ് കുറെയൊക്കെ നമുക്ക് ശ്രദ്ധ തെറ്റുന്നത്. അപ്പൊ അതിന് ഉള്ള ഏറ്റവും നല്ല മാർഗം എന്താണ്? ഓരോന്നിന്റെ ആ ഒരു പ്രാധാന്യത്തോടു കൂടി തന്നെ അത് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ പ്രാധാന്യമില്ലാത്ത കാര്യങ്ങൾ ആദ്യം ചെയ്യുമ്പോൾ പ്രാധാന്യമുള്ളതിന് സ്വാഭാവികമായിട്ടും ചെയ്യാൻ സാധിക്കില്ല. ചിലപ്പോൾ മറവി പറ്റും എന്ന് വരും. അതുമാതിരി തന്നെ നമ്മളൊരു ബ്രേക്ക് എടുക്കുക. ഒരു സംഗതി ചെയ്ത് കഴിഞ്ഞാൽ കണ്ടിന്യൂസ്ലി നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ മൈൻഡ് ടയേർഡാവും, നമ്മളെ ബോഡി ടയേർഡാവും. പിന്നെ നമുക്ക് എന്താവും, ഒന്ന് കിടക്കണം തോന്നും. കിടന്നു കഴിഞ്ഞാൽ പിന്നെ എഴുന്നേൽക്കാൻ കഴിയില്ല. ആകെക്കൂടെ വിരസതയാവും, ആകെക്കൂടെ അലസതയാവും. ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല എന്നൊക്കെ പറയും. അപ്പൊ നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു ഇടവേളകൾ എടുത്തുകൊണ്ട് ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അതുമാതിരി തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ന്യൂട്രീഷൻ, നമ്മൾ ഭക്ഷണത്തിൽ, ആഹാരത്തിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ അത് ഉൾപ്പെടുത്തി തന്നെ ചെയ്യണം. അത് വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഡയറ്റീഷ്യനെ കാണുകയോ, അതിൽ നമ്മുടെ ശരീരപ്രകൃതിക്കനുസരിച്ച് നമ്മൾ നന്നായി എക്സസൈസ് ചെയ്യുക, ഉറങ്ങുക, അതുമാതിരി തന്നെ നല്ല ഫുഡുകൾ കഴിക്കുക, ന്യൂട്രീഷൻസ് ഉള്ള നല്ല നല്ല ഫുഡുകൾ കഴിക്കുക, എന്നിട്ട് ബോഡിയിലുള്ള എനർജി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ കാരണം നമുക്ക് എനർജി ഇല്ലെങ്കിൽ എന്താ ഉണ്ടാവുക? നമുക്ക് അലസത വരും, നമുക്ക് ക്ഷീണം പറ്റുമ്പോഴെന്താണ്, നമുക്ക് പല കാര്യങ്ങളും നമ്മൾ നീട്ടിവെക്കും. നാളെ ആവട്ടെ എന്ന് കരുതി നീട്ടിവെക്കും. ഒടുവിൽ എന്താണ്, എല്ലാം കൂടെ ചെയ്യാൻ നിൽക്കുമ്പോൾ നമുക്ക് സ്ട്രെസ് ആവും. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മനസ്സ് അസ്വസ്ഥമായിക്കൊണ്ടിരിക്കും. അപ്പൊ ആ ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങൾ അതത് സമയത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, നമ്മുടെ ബോഡിയിൽ എനർജി വേണം, നമ്മുടെ മൈൻഡ് ഫ്രഷ് ആയിരിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം. അതിന് നമുക്ക് മതിയായ ഉറക്കം വേണം. അതുമാതിരി തന്നെ എക്സസൈസ്, അങ്ങനെയുള്ള സംഗതികളൊക്കെ പിന്നെ വളരെ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. പിന്നെ ഡീപ്പായിട്ട് ഇതുണ്ടല്ലോ, ബ്രീത്തിങ് എക്സസൈസ്, അതിനെക്കുറിച്ച് ഞാനൊരു ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പൊ എന്താണ്, നമുക്കിങ്ങനെ അസ്വസ്ഥത തോന്നുന്ന സമയത്ത് നമ്മൾ എന്തോ ഒരു ഭാഗത്ത് വളരെ റിലാക്സ് ആയിട്ട് ഇരിക്കുകയോ കെടുക്കുകയോ ചെയ്തുകൊണ്ട് നമ്മൾ ദീർഘമായിട്ട് ശ്വാസം വലിച്ചു വിടുക. അപ്പൊ നമുക്ക് ഒരുപാട് ഒരു 90-95% വരെ നമുക്ക് അതിനൊരു ആശ്വാസം കിട്ടും. ഓക്കെ. അതുപോലെ തന്നെ പിന്നെ മൾട്ടി ടാസ്കിങ് അവോയ്ഡ് ചെയ്യാം. ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന അത്ര കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. ഒരാളെല്ലാം ചെയ്യുന്ന തരത്തിൽ നമ്മളെ സൊസൈറ്റി അങ്ങനെയാണ്. ഒരാൾക്ക് എന്തെങ്കിലും ഒരു ടാസ്ക് ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ചില ആളുകൾ മൾട്ടി ടാസ്കിനുള്ള കഴിവുള്ള ആൾക്കാരുണ്ടാവും. അപ്പൊ അവരെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഏൽപ്പിക്കും. അവരെന്നെ പ്രസിഡന്റ്, അവരെന്നെ മാനേജർ, അവരെന്നെ കോർഡിനേറ്റർ, അവരെന്നെ ഓർഗനൈസർ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ ഏൽപ്പിക്കും.
അപ്പൊ എന്താണ് ഈ ആളെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോ ഞാനത് ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ അവർക്ക് എന്ത് തോന്നും എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും ആ പാവം അതൊക്കെ ഏറ്റെടുക്കുക. എന്നിട്ടോ ഇതിങ്ങനെ ഭാരം ചുമത്തിട്ട് ശ്വാസം പോലും വലിക്കാൻ നേരമില്ലാതെ ഒന്ന് ഉറങ്ങാൻ സമയം കിട്ടാതെ ചിലപ്പോൾ വീട്ടിൽ വഴക്കായിരിക്കും, ഭാര്യ ചീത്ത അറിയും, മക്കള് ചീത്ത അറിയും. നിങ്ങൾക്ക് ഏത് നേരം നോക്കിയാലും ഇത് തന്നെയാണ്, ഓരോന്ന് ഏറ്റെടുത്തിട്ട് വരും. എന്നിട്ട് മനുഷ്യന് സ്വൈര്യം ഉണ്ടാവില്ല എന്നിട്ട് വീട്ടില് നല്ല യുദ്ധക്കളായിരിക്കും. പക്ഷെ ഇതൊന്നും പുറത്തേക്ക് കാണിക്കില്ല. ആളുകൾക്ക് വേണ്ടി ഓടിപ്പായും. ആ പായണ ആൾക്കാർ തന്നെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാൻ പിന്നിലെ ആയിരിക്കും. അപ്പൊ എന്താണ്, അവനെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രം ഏറ്റെടുക്കുക. ആർക്കും എന്തും തോന്നിക്കോട്ടെ, അതൊന്നും ഒരു വിഷയമല്ല. എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല എന്ന് അങ്ങോട്ട് പറയാനുള്ള ധൈര്യമൊക്കെ നമുക്ക് വേണം. അപ്പൊ എന്താണ്, നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രം ഏറ്റെടുക്കാം. ഒരു കാര്യം ഏറ്റെടുത്തിട്ട് അത് ഭംഗിയായി ചെയ്യുന്നതാണ്. ഒരുപാട് കാര്യങ്ങൾ ഏറ്റെടുത്തിട്ട് അതിലൊക്കെ വീഴ്ചകൾ സംഭവിക്കുന്നതിനേക്കാൾ ഏറ്റവും ഉത്തമം എന്താണ്, ഒന്നോ രണ്ടോ കാര്യങ്ങൾ മാത്രം ഏറ്റെടുത്തിട്ട് അത് അതിൻ്റെതായിട്ടുള്ള ഭംഗിയായ രീതിയിൽ അത് ചെയ്തു തീർക്കുക എന്നുള്ളതാണ്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന്റെ ഒരുപാട് അസ്വസ്ഥതകൾക്കുള്ള പരിഹാരമാണ് നന്ദി പ്രകടിപ്പിക്കുക എന്നുള്ളത്. നമ്മളുടെ ആരോഗ്യത്തിന്, നമ്മുടെ പിന്നെ കിട്ടിയിട്ടുള്ള നല്ല ഒരുപാട് അനുഗ്രഹങ്ങളുണ്ടല്ലോ, അതിനൊക്കെ കാണാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാക്കിയെടുത്താൽ, ഇന്ന് എനിക്ക് ശ്വാസം വലിക്കാൻ സാധിക്കുന്നുണ്ടല്ലോ, താങ്ക് ഗോഡ്. ഇന്ന് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ, താങ്ക് ഗോഡ്. അപ്പൊ അങ്ങനെ എൻ്റെ മനസ്സ് ഇന്ന് വളരെ സ്വസ്ഥമാണ്, താങ്ക് ഗോഡ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് സ്വസ്ഥമായിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ എന്ത് വേണം, നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക, ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക. എപ്പോഴും നമുക്ക് എന്തൊരു ചെറിയൊരു അനുഗ്രഹം കിട്ടിയാലും, നല്ല കാഴ്ച, അതും പടച്ചവനോട് മാത്രമല്ല പടപ്പുകളോട് കൂടെ നമുക്ക് ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ നമുക്ക് സാധിക്കണം. അപ്പൊ ഒക്കെ നമ്മുടെ മനസ്സിന്റെ ആ ഒരു അസ്വസ്ഥത മാറ്റി. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നമുക്ക് EFTയിലും അതിനുള്ള ഒരു സൊല്യൂഷൻ ഉണ്ട്. ഒരുപാട് ആളുകൾ അസ്വസ്ഥമായി ഇതുപോലെ തന്നെ EFTയിലോട്ട് വന്നവര് ഇപ്പൊ എല്ലാം വളരെ സ്വസ്ഥമായിട്ടും ശ്രദ്ധയോടും കൂടെ ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. ഓക്കെ. ഇനി എന്താണ് EFTനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി ഷെരീഫ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മളൊരു പുതിയൊരു രീതിയിലേക്ക് വന്നിട്ടുണ്ട്, ആവശ്യക്കാർക്ക് കൊടുക്കുക എന്നുള്ളത്. അപ്പൊ അതിന് മിതമായൊരു ഇതിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 5 ദിവസത്തെ ഒരു ക്ലാസ് ഉണ്ടാവും, 15 ദിവസത്തെ ഫോളോ അപ്പ് ഉണ്ടാവും. അങ്ങനെ മൊത്തം 21 ഡേയ്സിലാണ് നമ്മൾ ഈ ഒരു കോഴ്സ് ഒതുക്കി വെച്ചിട്ടുണ്ട്. കുറെ തിരക്കുകൾ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ്, കുറെ തിരക്കുകൾ, കുറെ ജോലി ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു ചുരുക്കിയ ഒരു അവസ്ഥ. എല്ലാവർക്കും തിരക്കുകളാണ്, ക്ലാസ് എടുക്കണ എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ഒക്കെ തിരക്കാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു മിതമായ എസൻസ് മാത്രം കൊടുത്തുകൊണ്ട് അത് ചെയ്യാമെന്ന് തീരുമാനിച്ചത്. ഓക്കെ. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് സംസാരിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിച്ചോളൂ കേട്ടോ. ഇനിയിപ്പോ ഈ ക്ലാസ്സിൽ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ, ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും ഫീഡ്ബാക്ക് ഒക്കെ പറയാനുണ്ടെങ്കിൽ പറഞ്ഞു കേട്ടോ. ഞാൻ റെക്കോർഡ് ഓഫ് ചെയ്യാണ്. ഇനി റെക്കോർഡായി പോവോ എന്നുള്ളൊരു ഭയമൊന്നും വേണ്ട, നിങ്ങൾക്ക് എന്തും ഓപ്പൺ ആയിട്ട് സംസാരിക്കാം. ഓക്കെ.